ഹായ് ഗൈസ്, ഇന്നൊരു കല്യാണമുണ്ട് പാലക്കാട്. വേണമെന്നിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പാലക്കാട് എന്തായാലും പോകണതല്ലേ, അപ്പോൾ അവിടുത്തെ ഒരു 2-3 സ്ഥലങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാടം പള്ളിനെ കാണുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ ഫ്ലൈ ഓവർ എത്തിയിട്ടുണ്ട്. പോണ വഴി ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി റെസ്റ്റ് എടുത്തിട്ടാ പോണത്. അപ്പൊ അതേ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചുവന്നമണ്ണ കുടത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ മേലെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലും ഈ വഴി പോയി ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മേലെ എത്താൻ പറ്റും. കൃഷിക്കൊക്കെ ആയിട്ടുള്ള വെള്ളം പീച്ചി ഡാമിൽ നിന്നാണ് ഈ കനാല് വഴി ഒഴുക്കി വരുന്നത്. അറ്റത്തായിട്ട് ഇതേ കാണണം മലയെ അടിയിൽ കൂടെ പോണ നാഷണൽ ഹൈവേ ഒക്കെ ഇങ്ങനെ മേലെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കനാലിൽ കൂടെ അധികം വെള്ളം പോവാത്തോണ്ട് തന്നെ കുറച്ചുള്ള വെള്ളത്തിൽ തവളക്കുട്ടന്മാരൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. ഇതേ പോയി നമ്മൾ കുതിരാന്തുരങ്കം കടക്കാണ് കേട്ടോ. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ കുതിരാൻമല ടെമ്പിൾ ആണ്. തുരങ്കം വരുന്നതിന് മുന്നേ ഈ അമ്പലത്തിന് മുന്നിലൂടെയായിരുന്നു നാഷണൽ ഹൈവേ പോയിരുന്നത്. മുന്നിൽ കാണുന്ന ഈ മുരുകന്റെ പ്രതിമയൊക്കെ ഈ അടുത്ത് സ്ഥാപിച്ചതാണ്. കുതിരപ്പുറത്തുള്ള അയ്യപ്പനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ വരുന്നത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിൽ അടിപൊളി ഫീല് തരുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും 11 മണിക്ക് പ്രസാദൂട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. കിട്ടിയ ചോറ് കുറേ പേര് കളയണതാണ്. ഇപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നിയിരുന്നെങ്കിലും ഈ ഇരിക്കാൻ നമ്മുടെ കുരങ്ങൻ കുട്ടന്മാർ വിശപ്പ് മാറ്റാൻ ഈ ചോറ് കഴിക്കലാണെന്നപ്പോൾ നല്ല സന്തോഷം തോന്നി. പഴയ നാഷണൽ ഹൈവേ കാട് പിടിച്ച് കിടക്കണതാണ്. അമ്പലത്തേക്ക് എത്തുന്നതിന് മുന്നായിട്ട് ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. പാലിയേക്കര ടോൾ പ്ലാസ കടക്കാൻ പോവാണ്. കേരളത്തിൽ വെച്ചിട്ട് തന്നെ വലിയ ടോൾ പ്ലാസകളിൽ ഒന്നായിട്ട് വരുന്നുണ്ടായി പാലിയേക്കര ടോൾ പ്ലാസ. പാലക്കാടിന്റെ പച്ചപ്പിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും പെട്രോൾ പമ്പിൻ്റെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇടയ്ക്ക് ടയേർഡ് ആകുമ്പോഴും റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ എല്ലാ ട്രിപ്പിലും ആശ്രയിക്കാറ്. ഫ്രീ ആയിട്ട് ബാത്റൂം ഫെസിലിറ്റി വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ ഉപകാരമായിട്ട് തോന്നാറുണ്ട്. ഇനി നമ്മൾ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മംഗലം ഡാമിലേക്കാണ് പോണേ. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കിടു വ്യൂ ആണ് കേട്ടോ അവിടെ. നൈസായിട്ടുള്ള മഞ്ഞും അവിടുത്തെ തണുത്ത കാറ്റൊക്കെ നമുക്കൊരു റിലീഫ് തരുന്നുണ്ട് ചൂടിന്ന്. ഫൈനലി നമ്മൾ എന്തിനാണോ പാലക്കാടേക്ക് വന്നത് അവിടെ എത്തിയിരിക്കുകയാണ്. റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കല്യാണ പയ്യനും കുട്ടിയും. അവിടെ കേക്ക് മുറി ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് തിരിച്ചു വരേണ്ടത് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് അവരായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാൻ ചെയ്തത്. നൈറ്റിലെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അങ്ങനെ ഈ യാത്രയും അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.